मन को मिला है चैन, उसने मुझको अपना कहकर प्यार दिया दिन रैन, प्यार दिया दिन सुख बरसाए दिल को लुभाए, सुख बरसाए दिल को लुभाए, ऐसा कोई चित चोर नहीं, चित चोर नहीं, चित चोर नहीं। एक मेरा मनमीत जहां, ओम शांति। स्वयं को देखने का बहुत सुंदर अवसर इस भट्टी में आप सबको मिला है। मैं आत्मा जो हूँ, जैसी हूँ, खुद को देखो। സ്വയത്തെ ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയാണ് ഭായിജി. ഞാൻ സ്വയം ആത്മാവാണ് എന്ന തിരിച്ചറിവിൽ ഇരിക്കാനുള്ള സ്വയത്തിൻ്റെ ചെക്കിങ് ചെയ്യണം. योग भट्टी में हम स्वयं को देखते हैं, बाबा को देखते हैं, बाबा से मीठी मीठी रूह रिहान करते हैं, शक्ति लेते हैं, और जहाँ पर कोई चीज़ परिवर्तन करनी है वो स्वयं ही परिवर्तन हो जाती है, मेहनत नहीं लगती। ഭട്ടിയിലിരിക്കുമ്പോൾ നമ്മൾ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു, ബാബയോട് സംസാരിക്കുന്നു, ബാബയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ സ്വപരിവർത്തനം നടക്കുകയാണ്. हमारी दादियों ने स्वयं को संपन्न बनाने के लिए बहुत गुप्त तपस्या की। ദാദിമാര് ഇതുപോലെ സ്വയത്തെ സമ്പന്നമാക്കുന്നതിന് വേണ്ടി വളരെ ഗുപ്തമായ രീതിയിൽ തപസ് ചെയ്തവരാണ്. मैं आज 2-3 बातें दादी जी के साथ की सुनाऊंगा, क्योंकि दादी जब शांतिवन में काफ़ी समय रही तो रोज़ ही मेरा मिलना होता था। बहुत गुप्त पुरुषार्थ करके 2-3 साल में उन्होंने अपने आप को संपन्न बनाया। 2004-5 में सब बातों से उपराम हो गई, आँख भी ऐसे बंद कर लेती थी, कान से सब थी, समझती सब थी, लेकिन सब बातों से न्यारी प्यारी होकर के बाबा की याद में मगन हो गई। ബായിജി പറയാണ്, ദാദിജിയുമായിട്ട്, അതായത് പ്രകാശ്മണി ദാദിയുമായിട്ടുള്ള ബായിജിയുടെ അനുഭവം, അവരെത്രമാത്രം ഗുപ്ത തപസ്സാണ്, പുരുഷാർത്ഥമാണ് ദാദിമാരി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രത്യേകിച്ച് ദാദിജിയുടെ അവസാന കാലഘട്ടത്തിൽ 2004, 5, 6 ആ വർഷം, അവസാനത്തെ 3 വർഷങ്ങളിൽ ദാദിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ തീർത്തും എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള വേറിട്ട ഒരു അവസ്ഥ, എന്നാൽ വളരെയധികം സ്നേഹിയായിട്ടുള്ള ഒരു അവസ്ഥ. എല്ലാം ദാദിജി അറിയുന്നുണ്ടായിരുന്നു കാര്യങ്ങളെല്ലാം, പക്ഷെ എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ദാദി. അത്രയും ഉയർന്ന ഒരു അവസ്ഥ ദാദിയുടെ അവസാന കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. जब हम सवेरे आपको यज्ञ रक्षक की बात कह रहे थे
तो एक प्रश्न उठता है, जिसका यज्ञ है, जो सर्वशक्तिमान है, सर्वसमर्थ है, क्या वो खुद अपने यज्ञ की रक्षा नहीं कर सकता? രാവിലെ ഞാൻ നിങ്ങളുടെ അടുത്ത് യജ്ഞരക്ഷകൻ ആരാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള നമുക്ക് അറിയാം, മനസ്സിലാക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ യജ്ഞം സർവശക്തിവാനായിട്ടുള്ള ഭഗവാന്റെ യജ്ഞമാണ്. അപ്പോൾ അത്രയും സർവശക്തിവാനായിട്ടുള്ള ഭഗവാൻ എന്താ സ്വയം രചിച്ച തൻ്റെ യജ്ഞത്തെ രക്ഷിക്കാൻ സാധിക്കില്ലേ? അപ്പോൾ യജ്ഞരക്ഷകരായിട്ട് നമ്മളെ എന്തുകൊണ്ടാണ് വേണ്ടി വരുന്നത്? फिर हम सब बच्चों को यज्ञ रक्षक का टाइटल क्यों देता है? നമ്മൾ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് യജ്ഞരക്ഷകർ എന്ന ടൈറ്റിൽ നൽകിയിട്ടുള്ളത്? एक बार बाबा ने, अव्यक्त बाबा ने ही अचानक एक प्रश्न हम सबसे पूछा था, मधुबन निवासियों से, कि यज्ञ में जब बाबा यज्ञ रक्षक है तो ये पहरे की सिस्टम क्यों बनाई गई? पहरे पर भाइयों को क्यों बिठाया गया है? पहले बहनें पहरा देती थी, उसके बाद मधुबन में भाई लोगों की ड्यूटी लगने लगी, निरंतर पहरा चलता रहे। तो क्या पहरेदार की ज़रूरत है जब बाबा खुद पहरेदार है, संभालने वाला है? ഒരു പ്രാവശ്യം അവ്യക്ത ബാബ്ദാദ നമ്മൾ മധുബൻ നിവാസികളെ മിലനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിരുന്നു. അതായത് മധുബനിലൊരു സിസ്റ്റമാണല്ലോ, അവിടെ സെക്യൂരിറ്റി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ സിസ്റ്റേഴ്സ് ആയിരുന്നു സെക്യൂരിറ്റി ആയിട്ടുള്ള സേവനം ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നീട് ഭായിമാരാണ് സെക്യൂരിറ്റിയുടെ സർവീസ് ചെയ്യുന്നത്. അപ്പോൾ സ്വയം ഭഗവാന്റെ യജ്ഞമാണ്. ആ യജ്ഞത്തിൽ ആരാണോ സ്വയം സർവരുടെയും സെക്യൂരിറ്റി ചെയ്യുന്ന ഭഗവാൻ, ആ ഭഗവാന്റെ യജ്ഞത്തിന് എന്തിനാണ് പിന്നെ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യം? और जिन बातों को हमें संभालना चाहिए, हम नहीं संभाल पाते हैं तो बाबा खुद संभालता है, वो भी अनुभव कराया है. ഇപ്പം ഏതെല്ലാം കാര്യങ്ങളാണോ സ്വയം നമുക്ക് നോക്കി നടത്താൻ പറ്റാത്തതായിട്ട് വരുന്നത്, അത് സ്വയം ഭഗവാൻ തന്നെ, സ്വയം ബാബ തന്നെ അതെല്ലാം നോക്കി നടത്തുന്നതിൻ്റെ അനുഭവം നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ളതുമാണ്. एक दिन का अनुभव सुनाता हूँ. हमारी एक संदेशी थी, बहुत बाबा की फेवरेट संदेशी, सील इंदिरा दादी, जो दीदी की छोटी बहन थी. हम उनको बॉम्बे का गवर्नर कहते थे. बॉम्बे में रह के सेवा करती थी. तो वो बहुत अच्छा ट्रांस मैसेज लाती थी. तो एक दिन भोग में मैसेज लेके आ गई कि बच्चे लापरवाह, बेपरवाह हो गए हैं, बच्चों का यज्ञ पर ध्यान नहीं है. तो दादी ने पूछा, ऐसी क्या लापरवाही है, सब तो संभल के सब ठीक चल रहा है. तो संदेह सुना. ഒരു പ്രാവശ്യം, അതായത് യജ്ഞത്തിൻ്റെ മുതിർന്ന ദാദിയാണ് ശീലേന്ദ്ര ദാദി. ശീലേന്ദ്ര ദാദി യജ്ഞത്തിൻ്റെ സന്ദേശി കൂടിയായിരുന്നു. ബോംബെയിലായിരുന്നു ദാദി ഉണ്ടായിരുന്നത്. ഒരു പ്രാവശ്യം ദാദി ഇതുപോലെ ബാബയുടെ സന്ദേശം വദനത്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ സന്ദേശത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ബാബ. അതായത് കുട്ടികളെ ഈയിടെയായിട്ട് ഒരു വളരെ ചിന്തയില്ലാത്ത, നിശ്ചിന്തമായിട്ട്, അതായത് ഡോണ്ട് കെയർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കുട്ടികൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ദാദിജി ചോദിച്ചു, അതെന്താ കുട്ടികളെല്ലാവരും ഈ യജ്ഞത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, സംരക്ഷിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു ദാദിജി. रहती बॉम्बे में थी, लेकिन मधुबन में बीच बीच में आती थी. और आपको मालूम हो कि यज्ञ के कोई भी ज़मीन मकान लेने होते थे तो रमेश भाई डायरेक्ट फैसला नहीं लेते थे. सील इंदिरा दादी को कहते थे, जाओ बाबा के पास पूछ के आओ लेना या नहीं. और हर स्थान पर जहाँ पर भी ज़मीन मकान लिए गए, और रमेश भाई सील इंदिरा दादी को बहुत यूज करते थे, पूछ के आओ ठीक है या नहीं. അതുപോലെ തന്നെ യജ്ഞത്തിൽ എപ്പോഴെങ്കിലും ബാബയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വീടോ സ്ഥലമോ വാങ്ങിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുമ്പോൾ
ഉടനെ തന്നെ രമേശ് ഭായി അത് ചെയ്യാറില്ല. അത് സ്ഥലം വാങ്ങിക്കുകയോ പൈസ കൊടുക്കുകയോ ആ കാര്യം പെട്ടെന്ന് തന്നെ ചെയ്യാറില്ല. പകരം രമേശ് ഭായി എപ്പോഴും ശിലീന്ദ്ര ദാദിയുടെ അടുത്ത് പറഞ്ഞ് ബാബയുടെ അടുത്ത് ഈ കാര്യം അറിയിച്ച് ബാബയുടെ മെസ്സേജ് എന്താണ് അതറിഞ്ഞതിന് ശേഷം മാത്രമേ രമേശ് ഭായി എന്തെങ്കിലും ചെയ്യുമായിരുന്നുള്ളൂ. एक बात और सुनाता हूँ, यज्ञ रक्षक की सुनाऊंगा. जब मम्मा के बारे में डॉक्टर्स ने जवाब दे दिया कि अभी मम्मा थोड़े समय का मेहमान है, ज़्यादा दिन नहीं रुकेंगी, बीमारी जो थी वो फैल चुकी है, तो डॉक्टर ने रमेश भाई की बहन जो डॉक्टर थी अनिला बहन, उनको बता दिया कि ये आप यहाँ से भी ले जा सकते हो बॉम्बे से, ये 20-25 दिन से ज़्यादा नहीं चलेंगे. तो रमेश भाई को बहुत धक्का लगा कि ऐसे कैसे हो सकता है, किसको बताऊं मैं. तो शील इंदिरा दादी को बोला आप ट्रांस में जाओ और बाबा को बोलो मेरे से मिले आकर के, मैं बाबा से डायरेक्ट बात करूंगा बॉम्बे में ही. तो जब शील इंदिरा दादी वतन में गई तो बाबा आए और बाबा को डायरेक्ट रमेश भाई ने सब सुनाया कि डॉक्टर्स ने मम्मा के लिए ऐसे ऐसी बातें कही हैं, तो क्या मैं साकार बाबा को सुनाऊं या ना सुनाऊं, मम्मा को बताऊं या ना बताऊं. तो बाबा ने कहा बच्चे ये तो शक्तिवान है, सर्व समर्थ आत्माएं हैं, इनसे छिपाना क्या है, डॉक्टर ने जो कहा है भले बता दो. അതുപോലെ മറ്റൊരു ഇൻസിഡന്റ് ബൈജി പറയുന്നത് ഇതാണ്. അതായത് നമുക്കറിയാലോ മമ്മയ്ക്ക് രോഗം മൂർച്ഛിച്ച ഒരു അവസ്ഥ അവസാന സമയത്ത് അവസാന കാലഘട്ടത്തിൽ മമ്മ ബോംബെയിലായിരുന്നു. അപ്പോൾ മമ്മയെ നോക്കിയിരുന്ന ഡോക്ടർമാർ, ഇപ്പോൾ മമ്മ ആ സമയത്ത് രമേശ് ഭായിയുടെ വീട്ടിലായിരുന്നു. രമേശ് ഭായിയുടെ ലൗകികത്തിലെ സിസ്റ്റർ അനില ബഹൻ ഡോക്ടറായിരുന്നു. അപ്പോൾ മമ്മയുടെ ആ ഒരു അവസ്ഥ രമേശ് ഭായിയുടെ അടുത്ത് ഡോക്ടർമാർ പറഞ്ഞു. അതായത് കൂടി വന്ന ഒരു 20-25 ദിവസം മാത്രമേ ഇനി മമ്മ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട വഴി രമേശ് ഭായ് ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ ഇതെങ്ങനെ സാകാര ബാബയുടെ അടുത്ത് അതുപോലെ ബ്രാഹ്മണ ആത്മാക്കളുടെ അടുത്ത് മമ്മയുടെ അടുത്ത് ഒക്കെ എങ്ങനെ പറയും, ഇത് പറയണോ? അപ്പോൾ രമേശ് ഭായ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ശിലീന്ദ്ര ദാദിയുടെ അടുത്ത് പറഞ്ഞു, ബാബയുടെ അടുത്ത് വദനത്തിൽ പോകൂ. അപ്പോൾ മെസ്സേജ് കൊണ്ടുവരാനല്ല പറഞ്ഞത്, ഡയറക്റ്റ് ബാബയുടെ അടുത്ത് താഴേക്ക് വന്ന് എനിക്ക് ഡയറക്റ്റ് ബാബയുടെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കണം എന്ന് രമേശ് ഭായ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ശിലീന്ദ്ര ദാദി പോയി ബാബയുടെ അടുത്ത് പറഞ്ഞു. ബാബ ശിലീന്ദ്ര ദാദിയുടെ ശരീരത്തിൽ വന്നു. അപ്പോൾ രമേശ് ഭായ് ഡയറക്റ്റ് ബാബയുടെ അടുത്ത് ചോദിച്ചു, മമ്മയുടെ അടുത്ത് ഈ കാര്യം എങ്ങനെ പറയണോ, ദാദിയുടെ അടുത്ത് പറയണോ, സാകാര ബാബയുടെ അടുത്ത് പറയണോ, ബ്രാഹ്മണ പരിവാരത്തിൻ്റെ അടുത്ത് പറയണോ? അപ്പോൾ ബാബ പറഞ്ഞു എല്ലാവരും ശക്തിശാലി ആത്മാക്കളല്ലേ, തീർച്ചയായിട്ടും പറയണം എന്ന് പറഞ്ഞു. लेकिन बाबा ने ये कह दिया कि इस बच्ची को भी नहीं बताना और कोई को बोलने की ज़रूरत नहीं है, वरना शील इंदिरा दादी को भी बताना नहीं. പക്ഷെ ബാബ ഇങ്ങനെ പറഞ്ഞു, അതായത് ഈ സന്ദേശിയായിട്ടുള്ള ശീലീന്ദ്ര ദാദിയുടെ അടുത്ത് മാത്രം പറയരുത് എന്ന് പറഞ്ഞു. तो जब बाबा चले गए तो शील इंदिरा दादी ने कहा तुमने क्या बाबा से बातें किया, मुझे बताओ. അപ്പൊ ബാബ പോയി കഴിഞ്ഞപ്പോ ശിലീന്ദ്ര ദാദി രമേശ് ഭായിയുടെ അടുത്ത് ചോദിച്ചു, ബാബ എന്താ പറഞ്ഞത്, എന്നോട് പറയൂ എന്ന്. तो उसने एक शब्द भी नहीं बोला, कहा नहीं मुझे काम था, मैंने अपनी बात किया, वो आपको नहीं सुनाऊंगा मैं. ഇപ്പൊ രമേശ് ഭായ് അത് പറഞ്ഞില്ല, എനിക്ക് ചോദിക്കേണ്ട കാര്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞു, ഈ കാര്യം പറഞ്ഞില്ല ശിലീന്ദ്ര ദാദിയോട്. तो शील इंदिरा दादी को नहीं बताया, दूसरों को नहीं बताया, लेकिन उनके द्वारा बाबा से जो बात किया उसके आधार से साकार बाबा को और मम्मा को डायरेक्ट सुनाया कि ऐसे ऐसे है, लेकिन मैं संकल्प करता हूँ जिस दिन शरीर छूटेगा उसके संस्कार में मैं ज़रूर हाजिर हूँ. ये रमेश भाई का बहुत पर्सनल अनुभव था. അപ്പോൾ രമേശ് ഭായ് വേറെ ആരുടെ അടുത്തും പറഞ്ഞില്ല, ഡയറക്റ്റ് സാകാര ബാബയുടെ അടുത്തും മമ്മയുടെ അടുത്തും അത് പറഞ്ഞിരുന്നു. तो ऐसी संदेशी थी शील इंदिरा दादी. तो जब बाबा को भोग लगाया मधुबन में तो सब कहा कि मधुबन वाले परवाह नहीं करें यज्ञ की, संभाल ठीक नहीं कर रहे हैं. तो दादी ने बोला क्या नहीं कर रहे हैं, तुम बताओ तो क्या बाबा ने बताया है. तो कहती चलो मेरे साथ.
तो दादी जी को ले करके आई और जहाँ पर डीजल रखा था, डीजल की टैंक रखी थी, उसके नीचे डीजल लीक हो रहा था। जितना ऊपर से भरा जाता था वो अंदर ही अंदर सब खत्म हो रहा था। और समझते थे शायद इतनी गाड़ियां हैं, गाड़ियों में यूज होता होगा, ऊपर डालते हैं, लेकिन गाड़ियों में यूज होने की बजाय और लीकेज के कारण वो सब बह रहा था। अब ये कोई को भी पता नहीं चलता, क्योंकि वो अंदर ही अंदर रिस रहा था ज़मीन में। तो बाबा ने ऊपर से उनको दिखाया कि देखो यहाँ पर गफलत है, अभी बच्चों को बोलो ये ठीक कराओ। അപ്പോൾ പറഞ്ഞു വന്നത് ആദ്യം ഇതാണല്ലോ, അതായത് കുട്ടികൾ വളരെ ഡൗൺ കെയർ ആയിട്ടുള്ള അവസ്ഥയിലാണെന്ന് ശിലീന്ദ്ര ദാദി ഒരു പ്രാവശ്യം മെസ്സേജിൽ പറഞ്ഞു എന്ന്. അപ്പോൾ ദാദി ചോദിച്ചല്ലോ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ശിലീന്ദ്ര ദാദിജിയോട് പറഞ്ഞു, വരൂ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. കൊണ്ടുപോയി എന്നിട്ട് കാണിച്ചു കൊടുത്ത ഇതാണ് ഡീസൽ ടാങ്ക്. ഡീസൽ ടാങ്കിൽ നിന്ന് ഡീസൽ ഇങ്ങനെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം യജ്ഞത്തിൻ്റെ ആണല്ലോ, അപ്പോൾ അതാരും ശ്രദ്ധിച്ചിട്ടില്ല. മണ്ണിലേക്ക് ഭൂമിയിലേക്ക് ഇങ്ങനെ ഡീസൽ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതാരും ശ്രദ്ധിക്കുന്നില്ല. अभी यज्ञ रक्षक खुद बाबा है अपने यज्ञ का। बच्चे समझते हैं मैं रक्षा करता हूँ, तो बाबा ने मुरली चलाई थी कि बच्चे जो ये पहरा दे रहे हो, एक जागती ज्योति के लिए सदा दीप प्रज्वलित रहे, इसलिए आपको पहरे पर बिठाया गया है। आप क्या यज्ञ की रक्षा करोगे? रक्षक तो बाबा है। ഇപ്പം യജ്ഞരക്ഷകരെ കുറിച്ചിട്ട് ബാബ പറഞ്ഞത് ഇതാണ്, എന്താണെങ്കിലും യജ്ഞം സംരക്ഷിക്കുന്നത് ബാബ തന്നെയാണ്. പക്ഷെ എന്നാലും കുട്ടികളെ അങ്ങനെ ഒരു കാവൽക്കാരായിട്ട് സെക്യൂരിറ്റിയുടെ സേവനത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി നിർത്തുന്നത് ഇതിനു വേണ്ടിയാണ്. ആ പുരുഷാർത്ഥം ഉള്ളിൽ നടക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴും ജ്യോതി ഇങ്ങനെ ഉണർന്നിരിക്കുമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ബാക്കി യജ്ഞം ബാബയുടെയാണ്, ബാബ അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും. लेकिन यज्ञ रक्षक बाबा कहता है कि बच्चे आपके पवित्रता के, शांति के, शक्ति के वाइब्रेशन अगर इस यज्ञ में चारों तरफ फैलते हैं तो यज्ञ की रक्षा होती है. ബാബ പറഞ്ഞു, നിങ്ങൾ കുട്ടികളുടെ ശാന്തിയുടെ, പവിത്രതയുടെ, ശക്തിയുടെ വൈബ്രേഷൻസ് മുഴുവൻ യജ്ഞത്തിലും വ്യാപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ യജ്ഞത്തിൻ്റെ രക്ഷ നടക്കുന്നത്. कोई एक भी बच्चा अगर व्यर्थ सोचता है, नेगेटिव सोचता है, तो वो यज्ञ के लिए विघ्न है. മറിച്ച് ഏതെങ്കിലും ഒരു കുട്ടി നെഗറ്റീവ് ചിന്തിക്കുകയാണ്, വ്യർത്ഥം ചിന്തിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവർ യജ്ഞത്തിന് വിഘ്നമാണ് ഇടുന്നത്. तो यज्ञ रक्षा करने के लिए हम सबको पहले स्वरक्षक बनने की जरूरत है. അപ്പം യജ്ഞരക്ഷകരാകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം സ്വരക്ഷകരാകണം. जब ब्राह्मण आत्माएं स्वरक्षक बनती हैं तब वो यज्ञ रक्षक और विश्व रक्षक बन सकती हैं. ബ്രാഹ്മണാത്മാക്കളെ സ്വരക്ഷകരാകുമ്പോഴേ അവർക്ക് യജ്ഞരക്ഷകരും വിശ്വരക്ഷകരുമാകാൻ സാധിക്കും. और स्वरक्षक बनने का सबसे अच्छा साधन है स्वचिंतन करना. സ്വരക്ഷകനാകാൻ വേണ്ടിയുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി സ്വചിന്തനം ചെയ്യുക. अगर हम बहुत अच्छे विचारों में रमण करते हैं, अपने प्रति कभी भी साधारण नेगेटिव संकल्प नहीं करते, अपनी कमी कमजोरियों को भले हम जानते हैं लेकिन बार बार उसका चिंतन करके दुखी नहीं होते, उनको परिवर्तन करने का संकल्प लेते हैं, तो हमारे श्रेष्ठ पवित्र संकल्प खुद को भी बदल देते हैं, वायुमंडल को भी शक्तिशाली बनाते हैं. നമ്മുടെ സങ്കല്പങ്ങൾ എപ്പോഴും വളരെ നല്ല നല്ല സങ്കല്പങ്ങളായിരിക്കണം. ഒരിക്കലും സാധാരണ സങ്കല്പമോ നെഗറ്റീവ് സങ്കല്പമോ, നമ്മളുടെ തന്നെ ഉള്ളിലുള്ള കുറവുകളെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം. പക്ഷെ അത് തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ചിട്ട് ആ നെഗറ്റീവായ രീതിയിൽ, വ്യർത്ഥമായ രീതിയിൽ സങ്കല്പങ്ങൾ രചിക്കാതെ വളരെ ശ്രേഷ്ഠവും പവിത്രവുമായ സങ്കല്പങ്ങളാണ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വരേണ്ടത്. इस पर एक मिसाल बाबा ने बड़ा अच्छा दिया था कि जैसे आज बॉर्डर पर दुश्मनों से रक्षा करने के लिए, भारत के बॉर्डर अगर आपने देखे हों इंडिया में, तो बहुत ऊंची ऊंची तारों से बॉर्डर बनाया है,
लोहे की तारें हैं, उसके बीच में बहुत महीन तारों से उसको बंद किया है। कोई व्यक्ति उसमें हाथ भी न लगा सके, टच भी न कर सके, उसके लिए वो बीच बीच में उस पर करंट छोड़ते हैं। मैं एक बार बॉर्डर पर गया था राखी बंधवाने के लिए बीएसएफ जवानों को, तो उन्होंने मुझे बॉर्डर दिखाया और कहा इससे आप 8 फुट दूर चलना, नज़दीक नहीं जाना। हमने क्यों? तो उन्होंने कहा यहाँ बीच बीच में करंट छोड़ी जाती है कि कोई भी दुश्मन अगर आए तो उसको ऐसा झटका लगे जो दूर जाके गिरे, अंदर ना आने की हिम्मत रखे। इसलिए बॉर्डर को सुरक्षित रखने के लिए, एक तरफ बॉर्डर है, बहुत मजबूत बॉर्डर है, लेकिन फिर भी कोई उसको कट करके अंदर ना आए तो उस पर करंट है। ऐसे ही इस माया के राज्य में जब चारों तरफ दुश्मन हैं विकारों के, वायुमंडल में विकार हैं, बुराइयां हैं, हर व्यक्ति की कोई न कोई ऐसे संस्कार, कोई न कोई विकार के वो अधीन है। ऐसे समय पर अपनी सुरक्षा करने के लिए हमें कुछ बॉर्डर बनाने की ज़रूरत है। ഏതുപോലെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം എപ്പോഴും ബോർഡറിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് എപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സുരക്ഷാ ഭടന്മാരൊക്കെ നിൽക്കുന്നത്, അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ്. മാത്രമല്ല നമ്മൾ കണ്ടിട്ടുണ്ട് കറണ്ടിൻ്റെ സംവിധാനമാണ് അവിടെ വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് വളരെ സൂക്ഷ്മമായ രീതിയിലാണ്, ആർക്കും അറിയാൻ സാധിക്കില്ല. പക്ഷെ അതിൻ്റെ അടുത്ത് പോലെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കറണ്ട് അടിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ബൈജി അവിടെ പോയപ്പോൾ മിലിറ്ററിക്കാർ കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞു കുറച്ച് 8 അടി ഡിസ്റ്റൻസിൽ വേണം നടക്കാൻ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിന് അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആരടുത്ത് വന്നാലും പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്തിട്ട് അതിന് കറണ്ട് അടിക്കുന്ന ഒരു സംവിധാനമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ആ രാജ്യത്തിൻ്റെ ബോർഡറിന് പോലും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ശത്രുക്കളിൽ നിന്ന് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കറണ്ടിൻ്റെ സംവിധാനമാണ്. അതുപോലെ നമ്മളിരിക്കുന്നത് മായാവി ലോകത്തിലാണ്, നമുക്ക് ചുറ്റും ശത്രുക്കളാണ്, വികാരങ്ങളുടെ ശത്രുക്കളാണ്. അന്തരീക്ഷത്തിലെ ദുർവികാരങ്ങളുടെ വൈബ്രേഷൻസ്, മറ്റു വ്യക്തികളിൽ നിന്ന് ദുർവികാരങ്ങളുടെ വൈബ്രേഷൻസ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് സുരക്ഷ വേണ്ടത്. ഒരു ബോർഡർ നമ്മൾ ചുറ്റും ഉണ്ടാക്കണം. कई स्थानों पर, सेवा केंद्रों पर या किसी के घरों में कभी कभी अशुद्ध आत्माओं की प्रवेशता होती है। कभी कभी कोई ऐसे विकारी दृष्टि वृत्ति पतित आत्माओं के वार हो जाते हैं। क्या हम अपने सेवा केंद्रों की, अपने निजी स्थानों की, जहाँ हम निवास करते हैं, उसके चारों ओर ऐसी बॉर्डर बनाई है जो कोई वाइब्रेशन भी उसके अंदर नेगेटिव न घुस सके, उसके लिए सुरक्षा की ज़रूरत है. ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് അശുദ്ധ ആത്മാക്കളുടെ പ്രഭാവം, നെഗറ്റീവായിട്ടുള്ള ദുർവിചാരങ്ങളുള്ള ആത്മാക്കളുടെ ആ ഒരു എഫക്റ്റ് അന്തരീക്ഷത്തിൽ. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഇരിക്കുന്ന സേവാ കേന്ദ്രത്തിലാണെങ്കിലും ശരി, നമ്മൾ താമസിക്കുന്ന വീട്ടിലാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ഇങ്ങനെയുള്ള അശുദ്ധമായ വൈബ്രേഷൻസിൽ നിന്ന് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വീടിൻ്റെ ചുറ്റും അഥവാ സെൻറ്ററിൻ്റെ ചുറ്റും ഇങ്ങനെയുള്ള ഒരു ബോർഡർ, സുരക്ഷാ വലയം ഉണ്ടാക്കിയിട്ടുണ്ടോ? हम स्थान जहाँ पर रहते हैं हम पवित्र हैं, ब्रह्मचर्य का पालन करते हैं, शुद्ध अन्न खाते हैं, बाबा के महावाक्य सुनते हैं, बाबा को भोग लगता है. सब जगह हर स्थान की सुरक्षा के लिए सब साधन बने हुए हैं, लेकिन फिर भी कहीं न कहीं ये विघ्न आ रहे हैं. कहीं कोई अशुद्ध आत्माएं प्रवेश कर जाती हैं, कहीं ऐसे अशुद्ध, कोई ऐसे चोर डाकू वो लूट के कुछ लेकर के चले जाते हैं. कारण क्या? ഇപ്പോൾ ബ്രാഹ്മണാത്മാക്കൾ വസിക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ സെൻറ്റർ ആണെങ്കിലും ശരി, നമ്മളെല്ലാവരും ബ്രഹ്മചര്യം പാലിക്കുന്നവർ, ശുദ്ധാഹാരം കഴിക്കുന്നവർ, ബാബയ്ക്ക് ഭോഗ് വയ്ക്കുന്നവർ, യോഗം ചെയ്യുന്നവരെല്ലാവരുമാണ്. നമ്മൾ ആ രീതിയിൽ അന്തരീക്ഷത്തെ ശുദ്ധമാക്കി വെക്കുന്നവരാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും അവിടേക്കും നമുക്കറിയാം അശുദ്ധ ആത്മാക്കൾ പ്രവേശിക്കുന്ന പല സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ കള്ളന്മാരാകും, കൊള്ളക്കാരാകും. ആ രീതിയിൽ അശുദ്ധ ആത്മാക്കളുടെ പ്രഭാവം ഉണ്ടാകുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അതിനെന്താ ചെയ്യേണ്ടത്?
कहीं न कहीं आजकल की लास्ट विद्या जो है, जिसको हम कहें भूत विद्या, तंत्र मंत्र, कुछ खिला दिया, पानी छिड़क दिया, कुछ ये कर दिया, वो कर दिया, अपने अधीन कर लिया, क्या उससे हम अपनी सुरक्षा कर सकते हैं? ഈ ലോകത്തിൽ ചെയ്യുന്നത് പോലെ മന്ത്രവാദ വിദ്യ കൊണ്ടൊക്കെ പല വിദ്യകളുണ്ടല്ലോ, വെള്ളം തളിക്കുക, അങ്ങനെ അങ്ങനെ കുറെ, ആ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണോ നമുക്ക് ചുറ്റും സുരക്ഷാ വലയം ഉണ്ടാക്കേണ്ടത്? अब उसके लिए हमें खुद अपना रक्षा कवच बनाना है। അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ സ്വയം നമുക്ക് വേണ്ടി തന്നെ ഒരു സുരക്ഷാ വലയം ഉണ്ടാക്കേണ്ടതാണ്. और वो रक्षा कवच है अपने पवित्र शुद्ध विचारों का। ആ രക്ഷാവലയം ഇതാണ്, നമ്മളുടെ തന്നെ ശുദ്ധമായ പവിത്രമായ ചിന്തകളുടെ, വിചാരങ്ങളുടെ, സങ്കല്പങ്ങളുടെ രക്ഷാവലയം അഥവാ ബോർഡർ. कभी भी भय के, कमजोरी के, नेगेटिव व्यर्थ संकल्प बार बार जो आते हैं, ऐसा ना हो जाए, ऐसा ना हो जाए, ये ना हो जाए, बाबा कहता है तुम अपने कमज़ोर संकल्पों से विघ्नों का आह्वान करते हो। आप इतनी शक्तिशाली आत्माएं हो, इतनी महान आत्माएं हो, पवित्र आत्माएं हो, कोई भी आपका नुकसान नहीं कर सकता। लेकिन जहाँ पर आपने अपने कमज़ोर संकल्पों का चिंतन किया कि मैं ऐसा हूँ, मेरे कड़े संस्कार हैं, मैं बहुत परेशान रहता हूँ, मेरा चिंतन ठीक नहीं है, नेगेटिव संकल्प उठे और आभा मंडल के अंदर उस कहीं न कहीं पर दरार आई, करेंट कट गई और वहाँ से शत्रु प्रवेश करता है। ഇപ്പൊ ബാബ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്, യഥാർത്ഥത്തിൽ നിങ്ങൾ ബ്രാഹ്മണാത്മാക്കൾ വളരെ പവിത്ര ആത്മാക്കളാണ്, ശക്തിശാലി ആത്മാക്കളാണ്. അപ്പൊ വാസ്തവത്തിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും എഫക്റ്റ് ഉണ്ടാകാൻ പാടില്ല. പക്ഷെ സംഭവിക്കുന്നത് നമ്മൾ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ബലഹീനമായിട്ടുള്ള സംസ്കാരങ്ങളുടെ ആധാരത്തിൽ നമ്മൾ അങ്ങനെയുള്ള ചിന്തകൾ രചിക്കുമ്പോൾ, ഭയത്തിൻ്റെ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ, വേസ്റ്റ് തോട്ട്സ്, ബലഹീനമായിട്ടുള്ള ചിന്തകളൊക്കെ രചിക്കുമ്പോൾ അത് ആ കാരണം കൊണ്ട് ഈ സുരക്ഷാ വലയത്തിൽ ബ്രേക്ക് സംഭവിക്കുകയാണ്. അപ്പോഴാണ് ഈ അശുദ്ധമായ വൈബ്രേഷൻസ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. इसलिए बाबा कई बार कहते हैं, बच्चे जिस स्थान पर आप रहते हो उस स्थान पर कोई भी व्यक्त और व्यर्थ बातों की चर्चा नहीं होनी चाहिए. അതുകൊണ്ടാണ് ബാബ എപ്പോഴും നമ്മളോട് പറയാറുണ്ട്, നമ്മൾ ഏത് സ്ഥലത്താണോ ഇരിക്കുന്നത്, താമസിക്കുന്നത്, അവിടെ യാതൊരു കാരണവശാലും വ്യർത്ഥ കാര്യങ്ങളുടെ സംസാരമോ വ്യക്തമായിട്ടുള്ള ലൗകിക കാര്യങ്ങളുടെ സംസാരമോ ഉണ്ടാകാൻ പാടില്ല. बाबा ने बहुत रमणीकता से कहा था एक दिन कि मैं अपने सेंटर्स पर तो चक्कर लगाता हूँ, मेरे बच्चे क्या करते हैं, कैसे रहते हैं, किन विचारों में रहते हैं, लेकिन कभी कभी मैं प्रवृत्ति वाले बच्चों के पास भी जाता हूँ. कैसे सोते हैं, कैसे रात में बातें करते हैं, क्या क्या करते हैं, वो भी बाबा देखता है. ഒരു പ്രാവശ്യം ബാബ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ സെൻറ്ററിൽ താമസിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് പോകാറുണ്ട്, എന്തൊക്കെയാണ് കുട്ടികൾ ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഗൃഹസ്ഥി കുട്ടികളുടെ വീട്ടിലേക്കും പോകാറുണ്ട്. അവരെങ്ങനെയാണ് കിടക്കുന്നത്, രാത്രി എങ്ങനെയാണ് ഉറങ്ങുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്, എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. तो क्या अपने घर को ऐसा सुंदर मंदिर बनाया है? कहते हैं मंदिर जहाँ होता है वहाँ पर भूत प्रवेश नहीं करते. അപ്പോൾ എന്താ, നിങ്ങൾ നിങ്ങളുടെ വീട് എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് അത് നിങ്ങൾ ക്ഷേത്രം പോലെ ആക്കിയിട്ടുണ്ടോ? കാരണം ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് പോലും ഭൂതങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാണ്. भूतों का निवास होता है जहाँ पर सुनसान खंडहर होता है, वहाँ पर वो रहते हैं, मंदिर में नहीं आते. भूत कहाँ होते हैं बच्चे? खंडहर होता है ना, जहाँ पर कोई रहता नहीं है, एकांत है. അതായത് നമ്മൾ പ്രേതാലയം എന്ന് പറയില്ലേ, ആരും താമസിക്കാതെ കിടക്കുന്ന അങ്ങനെയുള്ള വീടുകൾ, അവിടെയാണ് ഈ ഭൂതപ്രേത പിശാചുകളൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തല്ല. मंदिर में क्यों नहीं आते? ക്ഷേത്രത്തിൽ. मंदिर सेफ्टी का स्थान है. क्यों? ക്ഷേത്രത്തിൽ ഒരിക്കലും ഭൂതങ്ങൾ ഉണ്ടാവും നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലല്ലോ. ക്ഷേത്രത്തിൽ ഭൂതങ്ങൾ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണത്? क्योंकि वहाँ पर निरंतर धूप वास होती है,
वहाँ पर ऐसी सुगंध होती है, ऐसे चिंतन, ऐसे वातावरण में है। आप देखेंगे मंदिर के आगे घंटा होता है, मंदिर में जाते ही घंटे को बजाते हैं और घंटे की जो तरंगे हैं वो अशुद्धि को कट करती हैं। ये विज्ञान है इसके पीछे, इसलिए लगाए गए हैं। तो जब उस मंदिर में हम प्रवेश करते हैं तो हमारे जो अशुद्ध विचार हैं वो अंदर नहीं प्रवेश कर सकते, अशुद्ध आत्माएं उसके अंदर नहीं जा सकती, क्योंकि पुजारी भी उसी भावना से पूजा कर रहे हैं। अगर कोई मंदिर में, अभी तो खैर तमो प्रधानता है, लेकिन जो बहुत पवित्र देवताओं के मंदिर, श्री कृष्ण के मंदिर में जाओ, ऐसे देवी देवताओं के जो लक्ष्मी नारायण के मंदिर हैं, वहाँ पर बहुत शुद्धि, बहुत पवित्रता होती है। അപ്പം നമുക്കറിയാം അങ്ങനെയുള്ള നല്ല ശ്രേഷ്ഠമായിട്ടുള്ള നല്ല ഇപ്പം ശ്രീകൃഷ്ണൻ്റെയൊക്കെ ക്ഷേത്രങ്ങളിൽ നല്ല പവിത്രമായ ശുദ്ധമായ അന്തരീക്ഷമുള്ള ക്ഷേത്രങ്ങൾ നമുക്കറിയാം. അവിടേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ആർക്കും അശുദ്ധ വിചാരങ്ങളോട് കൂടിയിട്ട് കയറാൻ സാധിക്കില്ല. അവിടേക്ക് അശുദ്ധ ആത്മാക്കൾക്ക് വരാനേ സാധിക്കില്ല. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം അമ്പലം തുറക്കുമ്പോൾ തന്നെ മണി അടിച്ചിട്ടാണ്. അപ്പം മണി മുഴക്കം അവിടെ ഉണ്ട്. മണി അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് സയൻസാണ്. അതിൻ്റെ ആ വൈബ്രേഷൻസ്, ആ തരംഗങ്ങൾ നെഗറ്റീവ് എനർജീനെ അവിടെ നിന്ന് കളയും. അതുപോലെ തന്നെ അവിടുത്തെ സുഗന്ധ വാസനകൾ, ഇതൊന്നും അവിടെ അശുദ്ധ അന്തരീക്ഷത്തെ ഇല്ലാതാക്കുന്ന വിദ്യയാണ്. അപ്പം അതുകൊണ്ട് ക്ഷേത്രത്തിൽ ഒരിക്കലും ഭൂതപ്രേതങ്ങളൊന്നും ഉണ്ടാകില്ല. तो बाबा कहते हैं मेरे बच्चे जहाँ पर चैतन्य मूर्तियाँ निवास करती हैं, उनके इतने अच्छे वाइब्रेशन होने चाहिए जिस शक्ति को कोई भी अशुद्ध आत्माएं उनके सामने ठहर न सकें, आ ही न सकें, प्रवेश ही न कर सकें. അതുപോലെ ബാബ പറയാറുണ്ട്, എൻ്റെ കുട്ടികൾ ചൈതന്യമൂർത്തികളാണ്. അപ്പോൾ ചൈതന്യമൂർത്തികളായിട്ടുള്ള നിങ്ങൾ വസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത്രയും ശുദ്ധമായിട്ടുള്ള വൈബ്രേഷൻസ് ആയിരിക്കണം അന്തരീക്ഷത്തിൻ്റെ ഉള്ളിൽ. അവിടേക്ക് അശുദ്ധ ആത്മാക്കൾക്ക് പ്രവേശിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അത്രയും ശുദ്ധമായ അന്തരീക്ഷമായിരിക്കണം. मैं छोटा सा अनुभव सुना देता हूँ, क्योंकि जब मैं मधुबन में रहा तो मैंने कल कहा था कि मेरे दादाजी बहुत एंटी हो गए और उन्होंने बहुत तंत्र सिद्धि थी उनके पास, बहुत प्रयोग किए. माँ को तो उन्होंने कुछ खिला करके और वश कर लिया और उसने तो शरीर छोड़ दिया. मेरी राजू 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 को बुला दो, राजू को बुला दो, वो तो चली गई. लेकिन मेरे को वहाँ से मधुबन से खींचने के लिए उन्होंने बहुत शक्तियाँ भेजी. कभी कभी मैं पहुंचता जाता था उनके पास. हमने कहा क्या हुआ? तो कहते थे मेरी शक्तियां वहाँ जाती हैं, लेकिन वहाँ कोई एक बहुत बड़ी तेज लाइट है और लाइट की इतनी तेज है जो सहन नहीं कर सकते हैं, वापस आ जाते हैं. वो क्या तेज है? मैंने कहा क्या देखते हो, क्या तेज है वहाँ? कहते वो मैं बता नहीं सकता, लेकिन है कोई शक्ति जो आपको सुरक्षित रखती है. मैं आप तक पहुंच ही नहीं पाता हूँ. क्या है बाबा के घर में? वो पवित्र संकल्पों का आभा मंडल है. शिव बाबा का जहाँ अवतरण हो रहा है, जहाँ पर इतनी आत्माएं योग कर रही हैं, उस पवित्र ओरा के अंदर कोई भी अशुद्ध आत्माएं, कोई भी नुकसान पहुँचाने वाली आत्माएं प्रवेश नहीं कर सकती. ये यज्ञ सुरक्षा है, अपनी सुरक्षा है. ഇപ്പോൾ ബായ്ജി സ്വന്തം അനുഭവം പറയാണ്. ബായ്ജിയുടെ ദാദ മുത്തശ്ശൻ, അതായത് ബായ്ജിനെ ലൗകികത്തിലേക്ക് അവിടേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ മന്ത്രവിദ്യകളൊക്കെ തന്ത്രമന്ത്രങ്ങളൊക്കെ അറിയുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ കുറേ പ്രയത്നിച്ചു ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. പക്ഷേ ഒന്നും എഫക്റ്റ് ചെയ്തില്ല. അപ്പോൾ ഒരു പ്രാവശ്യം രാജുഭായി കാണാൻ വേണ്ടി പോയപ്പോൾ നേരിട്ട് രാജുഭായിയുടെ അടുത്ത് പറഞ്ഞു എന്ന്, ഞാൻ കുറേ എൻ്റെ ശക്തികൾ അങ്ങോട്ട് അയച്ചു, പക്ഷേ എൻ്റെ അനുഭവം ഇതായിരുന്നു, അവിടേക്ക് പോകുന്നുണ്ട്, പക്ഷെ അവിടെ വളരെ വലിയ ഒരു പ്രകാശം അതിനെല്ലാം തടഞ്ഞു നിർത്തുകയാണ്, അതൊക്കെ തിരിച്ചിങ്ങോട്ട് തന്നെ വരികയാണ്, ഒരു എഫക്റ്റും ഉണ്ടാകുന്നില്ല. അത് എന്ത് ശക്തിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരു പ്രകാശം അതിനെ തടഞ്ഞു നിർത്തുന്നതായിട്ട് അത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ പറഞ്ഞു. ബൈജി പറയാണ്, കാരണം അത് മധുബൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അവതരണ ഭൂമിയാണ്. എല്ലാവരുടെയും
പവിത്ര ബ്രാഹ്മണ ആത്മാക്കളുടെ പവിത്രമായ ശുദ്ധമായ സങ്കല്പങ്ങൾ നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷമാണ്. അത്രയും ശുദ്ധമായ അന്തരീക്ഷത്തിൽ, വൈബ്രേഷൻ നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഒരിക്കലും നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ, കഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ ഒരു അശുദ്ധാത്മാവിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു അശുദ്ധ ശക്തിക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. उसके लिए दो बातें बहुत ध्यान देने वाली हैं. एक तो कोई भी कामना नहीं चाहिए. अगर कोई कामना है, कोई हमारी इच्छा है इस प्रकार की कि हमें मदद करेंगे या कोई प्रॉपर्टी है वो हमको मिल जाएगी. दादाजी के पास हमारे बहुत प्रॉपर्टी थी, मंदिर था, बहुत स्थान था, थे कुमार, दुकान थी, ये थी. जब उन्होंने, मैं बाबा के घर में आया, मैंने कहा मुझे 1 रुपया इस दुकान से, इस स्थान से नहीं चाहिए. कामनाएं अगर हैं तो सामना नहीं किया जा सकता है, कोई न कोई प्रकार से अटैक कर सकते हैं. इसलिए बाबा कई बार कहते हैं, बच्चे हद की कामनाओं से परे रहो. कोई भी चीज़ चाहिए, बाबा इतना सब दे रहा है, आज कोई प्रॉपर्टी के पीछे झगड़ जाते हैं, केस किससे कर लेते हैं. क्या चाहिए हमें? 2 रोटी बाबा खिला रहा है, आराम से रख रहा है, मुझे कुछ नहीं चाहिए. मैं वारिस हूँ, उनका तो कोई वारिस नहीं. मैंने कहा, जिस दिन उन्होंने शरीर छोड़ा, मेरे पास मैसेज आया कि आप ये मंदिर लेंगे, ये स्थान है इतना बड़ा लेंगे. हमने कहा नहीं, मुझे नहीं चाहिए. जो पूजा करेगा, जो उनकी बात को मानेगा, उसकी है वो, हम दे देते हैं. न लिखा पढ़ी न कुछ, हमने वो सब कुछ छोड़ दिया, कुछ नहीं लिया. इतनी चीज़ भी उनकी हमने स्वीकार नहीं की. अगर वो स्वीकार करता तो मैं उनके अधीन हो सकता था. इसलिए ध्यान देना, माया के राज्य में जहाँ इच्छाएं हैं, जहाँ हद की कामनाएं हैं, वहाँ पर सामना नहीं किया जा सकता है. वो कहीं न कहीं अटैक होगा. तो स्वरक्षा के लिए हमें पहले अपनी हद की कामनाओं को समाप्त करना है. അപ്പോൾ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് അശുദ്ധ ശക്തി നമ്മളെ എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബാബ 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിലത്തെ ആദ്യത്തെ കാര്യം ഇതാണ്, നമ്മുടെ ഉള്ളിൽ പരിധിയുള്ള യാതൊരു ഇച്ഛകളും ആഗ്രഹങ്ങളും പാടില്ല. ബായിജി തന്നെ പറയാണ്, ദാദാജിയുടെ അടുത്ത് ഒരുപാട് സമ്പത്തും പ്രോപ്പർട്ടിയും വീടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നിനക്ക് തരാന്ന്. പക്ഷെ ബായിജി പറയാണ്, രാജു ബായിജി പറയാണ്, ഞാൻ ഒരണ പോലും ലൗകികത്തിൽ നിന്ന് ദാദാജിയുടെ അടുത്ത് നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ ഞാനൊരു ആഗ്രഹം വെച്ചിരുന്നുവെങ്കിൽ, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അശുദ്ധ ശക്തി എൻ്റെ മേലെ സ്വാധീനം ചെലുത്തിയേനെ. പക്ഷെ മരിച്ചപ്പോൾ പോലും ആ പ്രോപ്പർട്ടി ബായിജിക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ബായിജി അത് സ്വീകരിച്ചില്ല. പറഞ്ഞു, ലൗകികത്തിലുള്ളവരാരാണോ അതെല്ലാം അംഗീകരിക്കുന്ന, അതൊക്കെ വേണമെന്ന ആഗ്രഹമുള്ളവർ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവരെന്നെ എടുത്തോട്ടെ, എനിക്കതിൽ യാതൊന്നും വേണ്ട. അപ്പൊ ഈ മായാവി ലോകത്തിലും നമ്മൾ യാതൊന്നിനെയും പ്രതി ഒരു ഇച്ഛ വെക്കരുത് എന്നുള്ളതാണ് ആദ്യം നമുക്ക് നമ്മളുടെ മേല് കൊണ്ടുവരേണ്ട സ്വരക്ഷയ്ക്കുള്ള സാധനം. ആദ്യത്തെ കാര്യം അതാണ്, ഇച്ഛകൾ പാടില്ല. मैं उनके स्थान पर जहाँ वो सब है, उन्होंने किया हुआ है, कई बार गया हूँ, जाता हूँ, बेधड़क होके जाता, कोई भय नहीं लगता. लेकिन बहुत अच्छे सम्मान में जाता हूँ कि मेरे साथ सबसे सर्वोच्च शक्ति कंबाइंड है, सर्वशक्तिवान है, सब भूतों को संरक्षण देने वाला भूतनाथ बाबा हमारे साथ है. इसलिए कुछ भी हमारा बिगाड़ नहीं सकते. बहुत ऊंचा सम्मान लेकर के जाते हैं, भय नहीं लगता. രണ്ടാമത്തേത്, ഏറ്റവും ഉയർന്ന സ്വമാനത്തിൽ നമ്മൾ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ഒരു ഭൂത ശക്തികൾക്കും നമ്മളെ യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. സ്വയം ഭൂതനാഥനായ സർവശക്തിവാനായിട്ടുള്ള ബാബ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ, ആ സ്വമാനത്തിൽ നമ്മൾ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ശക്തി, ആസുരീയ ശക്തികൾക്കൊന്നും യാതൊന്നും നമ്മളെ ചെയ്യാൻ സാധിക്കില്ല. അത് ബായിജിയുടെ സ്വന്തം അനുഭവത്തിൽ പറയുകയാണ്. और तीसरी सेफ्टी का साधन है, बाबा ने हम सबको कहा है, बच्चे तुम्हें कहीं पर भी कोई चीज़ स्वीकार नहीं करनी. भोजन, टोली, प्रसाद, जो भी वो दे रहे हैं हम लेते हैं, डिसरिगार्ड नहीं करते, लेकिन हम खुद नहीं खाते हैं. कभी कभी इसके द्वारा भी अटैक होता है. അങ്ങനെയുള്ളവരുടെ അടുത്തുനിന്ന് ഒന്നും ബായിജി പറയണം, നമ്മളെ യാതൊന്നും ഇപ്പോൾ അവർ പ്രസാദം തന്നൂന്നിരിക്കും, ടോളി തന്നൂന്നിരിക്കും, ഇതൊന്നും സ്വീകരിക്കരുത്. കാരണം അതിലൂടെയും നമ്മളുടെ മേലെ അവർക്ക് സ്വാധീനം ചെലുത്താൻ സാധ്യത ഉണ്ട്. इसलिए ध्यान देना, ऐसे नहीं
क्या करें, खाना पड़ता है, लेना पड़ता है। हमारी स्वरक्षा कैसे होगी? बाबा ने जो भी हमें शिक्षाएं दी हैं, अगर हमने उनको दृढ़ता से पालन किया है और कर रहे हैं, तो ये शिक्षाएं ही हमारी रक्षा कर रही हैं और कोई चीज़ रक्षा नहीं कर सकती। शिक्षाएं जो बाबा की हैं, खान पान की हैं, संग की हैं, हर प्रकार की सुरक्षा के लिए बहुत सारी शिक्षाएं हैं। बच्चे अमृत वेले उठो, लाइट के शरीर में चले जाओ, अपने चारों ओर एक लाइट का ओरा बना लो, आभा मंडल के अंदर रहो। बहुत कुछ बाबा ने सिखाया है हम सब बच्चों को। ये सब हमारी स्वरक्षा करती हैं, शिक्षाएं ही रक्षा करती हैं। इसलिए कोई भी शिक्षाओं को ऐसे नहीं, तो बाबा कहता रहता है अलबेले नहीं बनना। शिक्षाएं जिसको स्मृति में है उसकी रक्षा अपने आप होती है। അതായത് ബാബയുടെ ശിക്ഷണങ്ങൾ തന്നെയാണ് നമുക്ക് നമ്മുടെ സ്വരക്ഷ നമുക്ക് ചെയ്തു തരുന്നത്. ശിക്ഷണങ്ങളാണ് നമ്മളെ സ്വയം രക്ഷിക്കുന്നത്. ബാബ എന്തെല്ലാം ശിക്ഷണങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടോ അതിനെയൊന്നും ഡോണ്ട് കെയർ ആയിട്ട് സില്ലി ആയിട്ട് എടുക്കാൻ പാടില്ല. അത് ഓരോ ശിക്ഷണവും ബാബ തരുന്നത് നമ്മുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അമൃതവേള യോഗമാണെങ്കിലും ശരി, ആഹാരപാനീയങ്ങൾക്ക് വേണ്ടിയിട്ട് ശുദ്ധത പാലിക്കണമെന്ന് പറഞ്ഞ ശിക്ഷണമാണെങ്കിലും ശരി, ബാബ പറയാറുണ്ട് എപ്പോഴും ഇങ്ങനെ മനസ്സിലാക്കണം, ഒരു പ്രകാശ വലയത്തിൻ്റെ ഉള്ളിലാണ് ഞാൻ ഇരിക്കുന്നത്, പ്രകാശ ശരീരത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇങ്ങനെ സ്വരക്ഷയ്ക്ക് വേണ്ടി ബാബ എന്തെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള ശിക്ഷണങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടോ അത് പാലിക്കുന്നതിലാണ് നമ്മുടെ സ്വരക്ഷ ഉള്ളത്. इस कलयुग के अंत में चारों ओर से माया और प्रकृति, 5 विकार माया के, 5 तत्व प्रकृति के, ये सभी तमो प्रधानता की स्टेज पर हैं और हम सबको इनसे भी अपने आप को सुरक्षित रखना है. जब कहीं अति की ओर वातावरण जा रहा है, काम विकार अति की ओर जा रहा है, क्रोध अति में जा रहा है, भ्रष्टाचार लोभ वृत्तियाँ अति में जा रही हैं, ऐसे अति के वातावरण में मुझात्मा पर उनका प्रभाव न पड़े, उसके लिए बहुत अटेंशन की ज़रूरत है. അതുപോലെ ഈ അന്തിമ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഒരു ഭാഗത്ത് മായയുടെ 5 ദുർവികാരങ്ങളുടെ പ്രഭാവം അത് അതിൻ്റെ അതിയിലേക്ക് വളരെ തമോ പ്രധാന അവസ്ഥയിലേക്ക് അതിൻ്റെ അതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് പ്രകൃതിയുടെ 5 തത്വങ്ങളും വളരെ ശക്തിശാലിയായ അതിൻ്റെ അതിയിലേക്ക് താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടിൽ നിന്നും നമുക്ക് നമ്മളെ സ്വയത്തെ രക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. माया के दुश्मनों से बचने के लिए माया के राज्य में रहते हुए अपने आप को जितना हो सके ईश्वरीय सेवाओं में बिजी कर दो. एक साधन है, युक्ति है. जब हम ईश्वरीय सेवाओं में, ईश्वरीय कार्य में, बाबा के कार्य में तन लगा देते, मन लगा देते, धन लगा देते, समय ही नहीं उसको सोचने के लिए, तो हम सुरक्षित हो जाते हैं. इसलिए बाबा कई बार कहते हैं तुम अपने आप को ईश्वरीय बंधन में बांध लो तो दूसरे सब बंधन कट जाएंगे. ഇപ്പം മായയുടെ 5 ദുർവികാരങ്ങളുടെ അറ്റാക്കിൽ നിന്ന് നമ്മൾ സുരക്ഷിതമാകണമെങ്കിൽ അതിനുള്ള വഴി ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ബാബയുടെ സേവനത്തിൽ ശരീരം, മനസ്സ്, ധനം ഈ 3 രീതിയിലും ബാബയുടെ സേവനത്തിൽ ബിസി ആയിട്ടിരിക്കൂ. അപ്പോൾ ബാബ പറഞ്ഞ വാക്ക് ഇതാണ്, ഈശ്വരീയ ബന്ധനത്തിൽ സ്വയത്തെ ബന്ധിച്ചിടൂ. അപ്പോൾ മറ്റു ഒരു ബന്ധനങ്ങൾക്കും നിങ്ങളെ ബന്ധിപ്പിക്കാൻ സാധിക്കില്ല. और सबसे माया का वार उन पर होता है जो अपने मन बुद्धि को खाली रखते हैं, विचारों से, शुद्ध विचारों से, ज्ञान चिंतन से, परमात्म चिंतन से भरपूर नहीं रखते, बिजी नहीं रहते, उन पर माया वार करती है. ഇപ്പം മനസ്സും ബുദ്ധിയും കാലിയായിട്ട് വെക്കുന്നവരുടെ അടുത്താണ് കൂടുതൽ മായ അറ്റാക്ക് ചെയ്യുന്നത്. ആരാണോ സ്വചിന്തനത്തിലിരിക്കാത്തത്, ആത്മചിന്തനത്തിലിരിക്കാത്തത്, ജ്ഞാനചിന്തനം ചെയ്യാത്തത്, ബാബയുടെ സ്മൃതിയിലിരിക്കാത്തത്, അവരുടെ അടുത്താണ് കൂടുതൽ മായ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. जैसे उस खाली स्थान में भूत रहते हैं, ऐसे अगर इसको खाली छोड़ दिया तो भूत घुस जाएंगे. ध्यान देना. ഇപ്പൊ സാധാരണ പറയാറുണ്ടല്ലോ ആരും ഇല്ലാത്തോടത്താണ് ഭൂതപ്രേതങ്ങളുള്ളത്. അപ്പൊ മനസ്സും ബുദ്ധിനെയും കാലിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മായയുടെ ഭൂതം വരും. इसलिए अच्छा अच्छा चिंतन करने की आदत डालो, बाबा के वरदान पढ़ो, स्लोगन पढ़ो. मैं आपको बताऊं, जब भी टाइम मिलता है, भले सेवाएं तो अनेक होती, मुरली कितनी बार भी पढ़ी है, सुनी है,
लेकिन मैं अपने आप को 10 मिनट भी खाली नहीं छोड़ता। वो हमारी सुरक्षा है। अगर हमारे पास अच्छा साहित्य है, आज इतनी अच्छी ज्ञानामृत निकलती है, इतना अच्छा हमारा साहित्य जगदीश भाई जी ने लिखा है, इतनी वैरायटी मुरलियाँ हैं, 48 साल के अव्यक्त मुरलियों का रिकॉर्ड है, छपा हुआ है, प्रिंटेड है, साकार अव्यक्त मुरलियाँ हैं। अगर हम उनकी स्टडी करें, अपने मन को बुद्धि को बिजी कर दें, अच्छा चिंतन भी बनेगा, अच्छा आभा मंडल बनेगा और व्यर्थ बातों से मुक्त हो जाएंगे। क्यों हम इधर उधर की चीज़ें टीवी पर देख रहे हैं, मोबाइल में देख रहे हैं, इधर उधर देख रहे हैं। बाबा कहता है इन सब बातों से, माया के राज्य में सेफ्टी के लिए इनसे अपने आप को बचा के रखो। ഈ മായാവി ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മൊബൈൽ അങ്ങനെയുള്ള എല്ലാ ആസുരീയമായ കാര്യങ്ങളിൽ നിന്ന് സ്വയത്തെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല ഈസി ആയിട്ടുള്ള മാർഗമാണ് മനനം ചെയ്യുക, ജ്ഞാനത്തെക്കുറിച്ച് ചിന്തനം ചെയ്യുക. അതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസവും ബാബ നമുക്ക് മുരളിയിൽ വരദാനം തരുന്നുണ്ട്, സ്ലോഗൻ തരുന്നുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കുക. ബായിജി തന്നെ പറയാണ്, എത്ര സേവനത്തിൽ ബിസി ആണെങ്കിലും ശരി, എത്രയോ പ്രാവശ്യം മുരളി കേൾക്കുന്നുണ്ടെങ്കിലും ശരി, 10 മിനിറ്റ് പോലും ബായിജി അവനവനെ വെറുതെ കാലിയാക്കി വെക്കില്ല. എന്തെങ്കിലും ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തനം ചെയ്തുകൊണ്ടേയിരിക്കും, മനസ്സും ബുദ്ധിയും കാലിയാക്കി വെക്കാത്ത രീതിയിൽ. അപ്പൊ നമുക്കും ദിവസവും മുരളി കിട്ടുന്നുണ്ട്, അതുപോലെ ജ്ഞാനാമൃതമുണ്ട്, എത്ര ലിറ്ററേച്ചർ ഉണ്ട് ബാബയുടെ, എത്ര പുസ്തകങ്ങളുണ്ട്, എത്ര ക്ലാസ്സുകളുണ്ട്, അവ്യക്ത മുരളിയുടെ ഒക്കെ എത്ര റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. അപ്പൊ ഇതൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സിനെ ബുദ്ധിനെ ബിസിയാക്കി വെക്കുകയാണെങ്കിൽ ഒരിക്കലും മായയുടെ അറ്റാക്ക് നമ്മുടെ മേലേക്ക് വരില്ല. और प्रकृति के वार हो रहे हैं, प्रकृति के कितने तूफान आ रहे हैं, कहीं पर अचानक बाढ़ आ जाती है, कहीं भूकंप आते हैं, कहीं कुछ भी होता है। बाबा के बच्चों को उनका वार न होगा, ये अति में जाएगा, 5 तत्व अति में जाएंगे। लेकिन बाबा के महावाक्य हैं, जहाँ मेरे योगी बच्चे हैं, अगर तूफान आ रहा होगा, पानी आ रहा होगा, तो वहाँ ही रुक जाएगा, तुम्हें नुकसान नहीं पहुँचाएगा। प्रकृति की अगर हमने सेवा की है तो प्रकृति के तत्व अपने प्रकृति जीत बच्चों को नुकसान नहीं पहुँचाएंगे। इसलिए ध्यान देना, बाबा जो कहते हैं बच्चे रोज प्रकृति को योगदान दो, प्रकृति की सेवा करो, उनको शांति के अपनेपन की अनुभूति कराओ, ये आपके रक्षक बनेंगे, आपको सहयोग देंगे, आपको नुकसान नहीं पहुंचाएंगे. അതുപോലെ പ്രകൃതിയുടെ 5 തത്വങ്ങളുടെ ഭാഗത്തു നിന്നും നമുക്കറിയാം വളരെയധികം പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. പക്ഷെ ബാബ മഹാവാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ യോഗി കുട്ടികൾ എവിടെയാണോ ഉള്ളത് അവിടെ ഒരു തത്വത്തിനും ആ യോഗി കുട്ടികളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വെള്ളപ്പൊക്കം വന്നാലും വഴിമാറിപ്പോയിക്കോളും, ഭൂമി കുലുക്കം വന്നാലും യോഗി കുട്ടികളെ അവർക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല, വഴിമാറിപ്പോകും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, പ്രകൃതിയുടെ 5 തത്വങ്ങൾക്ക് നമ്മൾ ദിവസവും ശാന്തിയുടെ വൈബ്രേഷൻസ് യോഗദാനം കൊടുക്കണം. നമ്മൾ പ്രകൃതിയുടെ സേവനം ചെയ്താൽ തീർച്ചയായിട്ടും സമയത്തിന് പ്രകൃതി നമുക്ക് തിരിച്ച് സഹയോഗം തരും. അങ്ങനെയുള്ള യോഗികളായ പ്രകൃതി ജീതായിട്ടുള്ള നമ്മൾ ആത്മാക്കൾക്ക് പ്രകൃതി ഒരിക്കലും ഒരു കഷ്ടവും തരില്ല, മറിച്ച് സഹയോഗം തരും. तो लक्ष्य रखना, प्रकृति की सेवा करने का सबसे अच्छा समय नुमा शाम का है, 6 बजे के बाद, 6:30 से 7, 7:30, 7 से 7:30, 1 घंटे के बीच में आप प्रकृति के तत्वों का आवाहन करो. പ്രകൃതിയുടെ 5 തത്വങ്ങൾക്ക് യോഗദാനം കൊടുക്കുന്നതിൻ്റെ ഏറ്റവും നല്ല സമയം, പ്രകൃതിക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല സമയം സന്ധ്യാസമയത്ത് യോഗത്തിൻ്റെ സമയമാണ്. 6 മുതൽ 7:30 വരെ 8 വരെയുള്ള സമയത്ത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴെങ്കിലും അരമണിക്കൂർ 1 മണിക്കൂർ പ്രകൃതിയുടെ തത്വങ്ങൾക്ക് യോഗദാനം കൊടുക്കണം. जब हमारी दादी प्रकाश मणि ने शरीर छोड़ा था तो बाबा ने संदेश में कहा कि बच्ची जब वतन में आई तो प्रकृति के 5 तत्वों ने उनका बहुत अच्छी तरह से स्वागत किया, मालाएं पहनाई, क्योंकि बच्ची ने प्रकृति की बहुत अच्छी सेवा की थी. हम सभी भी ध्यान दें, हम कोई स्थूल में दिखावा तो नहीं कर रहे हैं सेवा में, लेकिन प्रकृति के तत्वों को बहुत, बाबा की प्रकृति पति की किरणें यहाँ आई और यहाँ से प्रकृति के 5 तत्वों को शांति की, पवित्रता की, शक्ति की
आनंद की, सुख की किरणें जा रही हैं और ये प्रकृति अपने आप में शांति का अनुभव कर रही है, शक्ति का अनुभव कर रही है। तो हम अच्छे अच्छे विचार जब प्रकृति के प्रति करते हैं और अपनी प्रकृति माना इंद्रियों पर, इस शरीर पर जीत प्राप्त करके करते हैं, ये भी तो प्रकृति है ना। मैं 3 प्रकार की प्रकृति हमेशा कहता हूँ। एक प्रकृति ये बाह्य 5 तत्वों के तत्व हैं, अगर एक बैलेंस बिगड़ता है तो सब नुकसान हो जाता है। एक प्रकृति हमारा ये शरीर है जिसका आधार लेकर के हम कर्म कर रहे हैं, और एक प्रकृति जो हमारी नेचर बन गई है, आदतें बन गई हैं, प्रकृति है। तो पहले हमें अपनी प्रकृति आंतरिक नेचर को बदलना है, फिर इस प्रकृति पर, इस कर्मेंद्रियों की एक एक प्रकृति के आर्गन्स पर विजय प्राप्त करनी है, और फिर इन प्रकृति के तत्वों की सेवा करनी है, शांति का दान देना है। तो जब 3 प्रकार की प्रकृति कोई जीत लेगा, पहले से उसकी सेवा की है, तो अपने आप ये प्रकृति हमें सहायता करेगी, मदद करेगी, और स्वर्ग में सतयुग त्रेता में दासी के रूप में मददगार बन जाएगी, सहयोगी बनेगी। നമ്മൾ ഈ സമയത്ത് പ്രകൃതിയുടെ സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതി നമുക്ക് സഹയോഗം നൽകും. അതിനുള്ള പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് പ്രകാശ് മണി ദാദിജി ശരീരം വിട്ടു പോയപ്പോൾ ബാബ മെസ്സേജിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു. ദാദി വദനത്തിലെത്തിയ സമയത്ത്, ബാബയുടെ അടുത്ത് എത്തിയ സമയത്ത് പ്രകൃതിയുടെ 5 തത്വങ്ങളും ദാദിയെ സ്വീകരിക്കാൻ വേണ്ടി, ബഹുമാനാർത്ഥം ദാദിയെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. കാരണം ദാദിജി അത്രയും പ്രകൃതിയുടെ സേവനം, യോഗദാനം പ്രകൃതിക്ക് വേണ്ടി ചെയ്തിരുന്നു. പ്രകൃതി ജീതാത്മാവായിട്ട് മാറിയിരുന്നു. അതുപോലെ നമ്മളും ഈ സമയത്ത് പ്രകൃതിക്ക് വേണ്ടിയിട്ട് പോസിറ്റീവ് വൈബ്രേഷൻസ്, ശാന്തിയുടെ ദാനം, പവിത്രതയുടെ വൈബ്രേഷൻസ് എല്ലാം നമ്മൾ കൊടുക്കണം. ബൈജി പറയണ യഥാർത്ഥത്തിൽ പ്രകൃതി എന്ന് പറയുമ്പോൾ 3 തരത്തിലാണ് വരുന്നത്. ഒന്ന് പ്രകൃതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 തത്വങ്ങളുടെ പ്രകൃതി. രണ്ടാമത് നമുക്കറിയാം പ്രകൃതി എന്ന് പറയുന്നത് ശരീരത്തെ, കർമ്മേന്ദ്രിയങ്ങളെ പ്രകൃതി എന്ന് പറയും. പിന്നെ നമുക്കറിയാലോ ഓരോരുത്തരുടെയും പ്രകൃതി എന്ന് പറയില്ലേ, ഓരോരുത്തരുടെ സ്വഭാവം, അങ്ങനെ നമ്മൾ പറയാറുണ്ട്, അവരുടെ പ്രകൃതി അങ്ങനെയാണെന്ന് പറയാറുണ്ടല്ലോ, അവനവൻ്റെ സ്വഭാവ സംസ്കാരം. അപ്പം ഈ 3 പ്രകൃതിയുടെ മേലും നമ്മൾ ജയിക്കുന്നവരായിരിക്കണം. നമ്മളുടെ സ്വഭാവ സംസ്കാരങ്ങളുടെ മേലും നിയന്ത്രണം നമ്മൾ ജയിക്കണം. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളാകുന്ന പ്രകൃതിയുടെ മേലും നമ്മൾ ജയിക്കണം. ഈ 2 വിജയം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 5 തത്വങ്ങളാകുന്ന പ്രകൃതിക്ക് ശാന്തിയുടെയും പവിത്രതയുടെയും വൈബ്രേഷൻസ് കൊടുക്കുന്ന സേവനം കൂടി ചെയ്താൽ, അങ്ങനെ നമ്മൾ പ്രകൃതി ജീത് ആത്മാവായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രകൃതി നമുക്ക് സഹയോഗം തരും. അതുകൊണ്ടാണ് സത്യയുഗത്തിൽ ചെല്ലുമ്പോൾ പ്രകൃതി നമ്മളുടെ दासियाയിട്ട് മാറുന്നത്. मैं आपको जब शुरुआत की थी तो कहा था मैं दादी जी की 2-3 बातें सुनाऊंगा, लेकिन समय ट्रांसलेशन में बहुत चला जाता है, तो मैं आपको 2-3 बातें सुनाता हूँ, क्योंकि टाइम देख रहा हूँ, टाइम पूरा हो रहा है, 6:30 होने वाला है, योग करेंगे, लेकिन 5-7 मिनट में 2 बातें सुनाता हूँ। पहली बात, जब दादी जी माउंट आबू नहीं जाती थी, जा पाती थी तबीयत के कारण, हेल्थ के कारण, तो नीचे रहती थी और हम रोज़ अप डाउन करते थे, शाम को जाते थे, सुबह आते थे। तो एक दिन ऊपर से मैं आया, और जब आते थे सबसे पहले मिलना होता था। दादी कहती अंदर जाने के पहले मेरे पास आना। तो मैं दादी के पास गया तो दादी ऐसे बैठी थी, आँख बंद करके। बहुत देर तक मैं बाजू में बैठा रहा, दादी ने देखा नहीं, हमने कहा थोड़ा सा हिलाऊं, मैं पूछूं। तो ऐसे दादी से मैंने बोला दादी, तो बोलो माउंट आबू से आए हो? हमने कहा हाँ दादी। अब 3-4 प्रश्न उन्होंने मेरे से किए। पहले पूछा ज्ञान सरोवर कैसे? हमने कहा दादी बहुत अच्छा है, सब ठीक है, पांडव भवन सब ठीक है, म्यूजियम ठीक है, ऐसे 3-4 बातें पूछी। तो सब बातों का उत्तर तो यही दूंगा, सब अच्छा है, सब ठीक है, और क्या बताएंगे बड़ों को, और बीमारी में भी क्या बताएंगे। तो हमने सब ठीक है दादी, बिल्कुल ठीक चला, एक्यूरेट सब चल रहा है। तो दूसरे शब्दों में फिर बोल दिया कैसे चल रहा है, कैसे चला। जब बोला तो मैंने बहुत प्यार से कहा दादी आप जो यहाँ बैठी हैं ना, आपके पवित्र संकल्प, आपकी भावनाएं इस यज्ञ को निर्विघ्न रख करके आगे बढ़ा रही है। अब मैं तो उनको आगे वर्णन किया ये बात,
और उन्होंने तो ऐसे मुझे देखा, क्या बोला, जैसे मैंने कोई गलती की हो, क्या बोला। तो फिर मैंने रिपीट कर दिया। कहती है, क्या बोलता है तुम, बाबा की शक्ति से चला या मेरी शक्ति से चला? ये सारा बाबा सब चला रहा है यज्ञ को, मैं थोड़ी चला रही हूँ। इतना निमित्त भाव, इतनी निर्माणचित स्थिति, बड़ी सरलता से बोल दिया, मैं कुछ नहीं कर रही हूँ, बाबा सब कर रहा है, बाबा का यज्ञ है, बाबा के बच्चे हैं, बाबा की शक्ति से सब सुरक्षित हैं। अपनी महिमा स्वीकार नहीं की, मैं को मारा। हम यज्ञ रक्षक बच्चे थोड़ा सा कुछ कहते हैं तो एक पत्र लिखते हैं, फलाना फलाना ऐसा कर रहा, मैं यज्ञ रक्षक बन करके कह रहा हूँ। ये क्या है? अहंकार नहीं तो क्या है? इसलिए यज्ञ रक्षा कभी भी अहंकार के रूप में नहीं की जा सकती, मैं के रूप में नहीं की जा सकती। रक्षक बाबा है, हम उसके साथ हैं, उसके सहयोगी हैं, उसके कार्य में मदद कर रहे हैं, लेकिन कभी भी अपनी महिमा मैं कर रहा हूँ ये मैं ना आ जाए। वो दादियों ने हमें करके सिखाया। ദാദിജിയുടെ മറ്റൊരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ബൈജി പറയാണ്. അതായത് ദാദിജിയുടെ അവസാന സമയത്ത് ആരോഗ്യം അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് ദാദിജി പാണ്ഡവ് ഭവനിലേക്ക് മേലേക്ക് പോവുമായിരുന്നില്ല. അപ്പോൾ രാജീവ് ഭായിജി എന്നും രാവിലെ മേലെന്ന് താഴേക്ക് വരും, ശാന്തിവനിലേക്ക് വരും, വൈകുന്നേരം തിരിച്ച് മേലേക്ക് പോകും. അപ്പോൾ എന്ന് രാവിലെ താഴെ വരുന്നോ ദാദിജി പറയാറുണ്ട്, ആദ്യം വരുമ്പോൾ എന്നെ കണ്ടിട്ടേ വേറെ സ്ഥലത്തേക്ക് പോകാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഭായിജി താഴെ വന്നു, ശാന്തിവനിൽ വന്നു, ദാദിജിയുടെ അടുത്ത് പോയി. ദാദിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ സമയമായിട്ടും ദാദിയുടെ അടുത്ത് ഭായിജി ഇരിക്കുന്നുണ്ട്, പക്ഷെ ദാദി ഒന്നും പറയുന്നില്ല, കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഭായിജി ഒന്ന് ഇങ്ങനെ തട്ടി നോക്കി. അപ്പോൾ ദാദിജി കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, മേലെന്ന് വന്നതാണല്ലേ എന്ന് ചോദിച്ചു. അപ്പം ആന്ന് പറഞ്ഞു. അപ്പം മേലെ ഇങ്ങനെ എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ടോ, ഗ്യാൻ സരോവരൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ, മ്യൂസിയം, പാണ്ഡവ് ഭവൻ എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭായിജി പറഞ്ഞു എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട്. വീണ്ടും ദാദി ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു എല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദാദി ചോദിച്ചത് എങ്ങനെയാണ് എല്ലാം ഇത്ര നന്നായിട്ട് നടക്കുമെന്ന് ചോദിച്ചപ്പോൾ ഭായിജി പറഞ്ഞു എന്ന്, ദാദി ഇവിടെ ഇരിക്കുകയാണെങ്കിലും, താഴെയാണ് ദാദി ഇരിക്കുന്നതെങ്കിലും ദാദിയുടെ പവിത്രമായിട്ടുള്ള വൈബ്രേഷൻസ്, ദാദിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശ്രേഷ്ഠ ഭാവനയുടെ വൈബ്രേഷൻസ്, അതാണ് ഈ മുഴുവൻ യജ്ഞത്തെയും നിർവിഘ്നമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന് ഇത്ര ലഹരിയോടുകൂടി ബായിജി പറഞ്ഞപ്പോൾ ദാദി എന്താ നീ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. അപ്പോൾ ബായിജി ഞാൻ എന്തെങ്കിലും തെറ്റാണോ പറഞ്ഞതെന്ന് വിചാരിച്ചു. അപ്പോൾ ദാദി തിരുത്തി കൊടുത്തു, ഞാനല്ല ഒന്നും ചെയ്യുന്നത്, എല്ലാം ബാബ, ഞാൻ കേവലം നിമിത്തമാണ്, ബാബയാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബായിജി പറഞ്ഞു തരാണ് നമുക്ക്. അതായത് യജ്ഞരക്ഷകൻ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അങ്ങനെയാണ്. അതായത് ദാദിജി അതിൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആയിരുന്നു. നിമിത്ത ഭാവം, സരളഭാവം, വിനയഭാവം എല്ലാം ബാബയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് പലപ്പോഴും അങ്ങനെ ഒരു അഹംഭാവം വരാറുണ്ട്. ഞാൻ യജ്ഞത്തിൻ്റെ രക്ഷകനാണ് എന്നുള്ള അഹങ്കാരം ചിലപ്പോൾ വരാറുണ്ട്. അതാണിങ്ങനെ വലിയ ലെറ്ററൊക്കെ ചിലപ്പോൾ മധുമനിലേക്ക് അയക്കും, ഇന്നവർ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തു, ആ സമയത്ത് ഞാൻ യജ്ഞരക്ഷകനായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ അത് അഹംഭാവമല്ലേ, അഹങ്കാരമല്ലേ? ഒരിക്കലും യഥാർത്ഥ യജ്ഞരക്ഷകനാണെങ്കിൽ അവിടെ ഞാനെന്ന ഭാവം കാണിക്കില്ല. ദാദിമാരൊക്കെ അങ്ങനെയാണ്, ആ ഞാൻ എന്നതിനെ ഇല്ലാതാക്കിയവരാണ്. എല്ലാം ബാബ, അതാണ് യഥാർത്ഥ യജ്ഞരക്ഷകന്റെ അടയാളം. എല്ലാം ബാബ ചെയ്യിപ്പിക്കുന്നു എന്നുള്ള നിമിത്ത ഭാവം. दादी का जो अंतिम समय का पुरुषार्थ था वो भी बहुत वंडरफुल था। एक दिन ऐसे ही बैठी थी, मैं आया, मैं बहुत देर तक मैं दादी को देखता रहा, क्या कर रही हैं, नींद भी नहीं कर रही हैं, आँख भी नहीं खोल रही हैं, कर क्या रही हैं। तो मैं पहले तो देखता रहा ऐसे दादी को, बाजू में बैठ गया सोफे पर, देखें क्या कर रही हैं। बहुत देर तक ऐसे डीप साइलेंस में जैसे खोई हुई है। काफ़ी समय के बाद मैंने कहा, दादी दादी, ऐसे 2-3 बार किया तो आँख खोली, कुछ काम है, कुछ बोलना है। हमने, दादी आप कर क्या रही हो, प्रश्न किया, आप क्या कर रही हो? तो कहती बताऊं ऐसे 2-3 बार ने, हाँ बताओ क्या कर रही हो। बोली आज मैं अपने इस हीरे को, ये हीरा है ना भ्रकुटी में, इस हीरे को इस हथेली पर रख करके अपने ही तीसरे नेत्र से देख रही थी चारों तरफ से। इस हीरे में कोई दाग तो नहीं है,
और ऐसे चारों तरफ से बहुत देर तक मैं एकांत में ऐसे देखती रही। मुझे कुछ दिखाई नहीं दे रहा था, पता नहीं चल रहा था। तो बाबा सामने मेरे आए और बाबा कहते, बच्ची क्या देख रही है? ये हीरे में कोई दाग नहीं है, अभी बहुत स्वच्छ हीरा, पवित्र बन गया। वो कर्मातीत स्टेज थी। वो दादी ने खुद वर्णन करके बताई कि बाबा ने मुझे ये कहा कि इस हीरे में भी कोई दाग नहीं है। मैं देखते रह गया। हमने कहा बस ये आत्मा संपन्न बन गई। इतना गहरा पुरुषार्थ कौन करता है? बैठ जाओ ऐसे, कुछ नहीं, अपने हीरे को ले आओ। हीरे में कौन सा सूक्ष्म अंश विकारों का रहा हुआ है? कौन सा ऐसा दाग है जो मेरे हीरे की वैल्यू को कम कर देगा? उस दाग को तो कट करके, घिस करके उसको वैल्यूबल बनाते हैं, छोटा करके बना देते हैं। अब इस आत्मा रूपी हीरे को तो घिसा नहीं जा सकता, दाग निकाला जाए। और उसके लिए हम क्या मेहनत कर रहे हैं, कैसी किरणें डाल रहे हैं जो दाग निकल जाए। तो दादियों ने इतनी मेहनत करके अपनी संपन्नता को प्राप्त किया। हम सभी भी ऐसा पुरुषार्थ करें। कोई संकल्प विकल्प इधर उधर की बातें सोचने की बजाय हीरे को देखो, लाइट को देखो और अपनी नज़र से ही देखो इसमें क्या है। अभी ईर्ष्या है, किसी से नफरत है, आसक्ति है, क्या चाहिए? ദാദീജിയുടെ മറ്റൊരു കാര്യം പറയാണ്. അതായത് ദാദിമാരെല്ലാം എത്രമാത്രം സൂക്ഷ്മവും ആഴത്തിലുള്ള പുരുഷാർത്ഥവുമാണ് ചെയ്തിരുന്നത്. ദാദീജിയുടെ തന്നെ കാര്യപ്രകാശ് മണി ദാദീജിയുടെ കാര്യം പറയാണ്. അതായത് അന്തിമ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ ബായിജി ഒരു പ്രാവശ്യം ദാദിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദാദി ഒന്നും സംസാരിക്കുന്നില്ല, മിണ്ടാതെ ഇങ്ങനെ കണ്ണടച്ചിട്ടിരിക്കുകയാണ്. എന്നാൽ ഉറങ്ങുന്നുമില്ല, കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കുറേ നേരം ബായിജി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഉള്ളിലെ ബായിജി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്താണ് ദാദി ചെയ്യേണ്ടാവുക? ഉറങ്ങുന്നില്ല, കണ്ണടച്ചിട്ട് ഇങ്ങനെ ഭയങ്കര സൈലൻസിൽ ഇരിക്കുന്നുണ്ട്, എന്തായിരിക്കും ദാദിജി ചെയ്യുന്നുണ്ടാവുക? അപ്പോൾ പതുക്കെ പോയിട്ട് ദാദിജിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ തട്ടിയിട്ട് ചോദിച്ചു. അപ്പോൾ ദാദി കണ്ണ് തുറന്നപ്പോൾ ചോദിച്ചു, ദാദി എന്താണ് ദാദി ചെയ്യുന്നത്? ബായിജി ചോദിച്ചു, എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ, എന്തെങ്കിലും കാര്യമുണ്ടോ, ദാദി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ വളരെ സ്നേഹത്തോടു കൂടി ചോദിച്ചു. അപ്പോൾ ദാദി പറഞ്ഞു, ഞാൻ പറയട്ടെ എന്താ ഞാൻ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് ദാദി പറഞ്ഞു, ഞാൻ ഈ വജ്രത്തിന്, ആത്മാവാകുന്ന വജ്രത്തിന്, സ്വയം ദാദി പറയാണ്, ഈ ആത്മാവാകുന്ന വജ്രത്തിന് ഞാൻ എൻ്റെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 4 ഭാഗത്ത് ഞാൻ പരിശോധിക്കുകയായിരുന്നു. ഈ വജ്രത്തിൽ എവിടെയെങ്കിലും അല്പമെങ്കിലും എന്തെങ്കിലും അഴുക്കോ കറയോ ഉണ്ടോ എന്ന് ഞാനിങ്ങനെ പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ നോക്കൂ, എത്ര സൂക്ഷ്മ പുരുഷാർത്ഥമാണ് ചെയ്യണ്ടായിരുന്നത്. അപ്പോൾ ദാദി പറയാണ്, അപ്പോൾ ബാബ ഇങ്ങനെ കണ്ടുവന്നു, ദാദി ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ ബാബ ചോദിച്ചു, എന്താണ് കുട്ടി ഈ നോക്കിക്കൊണ്ടേയിരിക്കണത്? അപ്പോൾ ദാദി പറഞ്ഞു, എന്തെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അംശം അഴുക്കോ കറയോ ഉണ്ടോ, എന്തെങ്കിലും ബലഹീനത, ഇനി എന്തെങ്കിലും ദുർവികാരങ്ങളുടെ അംശമെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എൻ്റെ ഉള്ളിൽ മാറാനായിട്ട്, ഇത് ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാബ തന്നെ സ്വയം പറഞ്ഞു, നിന്റെ ഉള്ളിൽ ഒരു അഴുക്കുമില്ല, പൂർണ്ണമായിട്ടും അഴുക്കില്ലാത്ത നല്ല ശുദ്ധ വജ്രമാണെന്ന് ബാബ തന്നെ സർട്ടിഫിക്കറ്റ് ദാദിക്ക് കൊടുത്തു. പ്യുവർ ഡയമണ്ട് ആണെന്ന്. അപ്പം ദാദി തന്നെ അത് വളരെ സന്തോഷത്തോടെ ലഹരിയോടെ പറയുകയാണ് ബായിജിയുടെ അടുത്ത്. ബാബ ഇങ്ങനെ പറയുന്നത്. അപ്പം ബായിജി പറയുന്നതാണ്, എത്ര സൂക്ഷ്മ പുരുഷാർത്ഥമാണ് അവർ ചെയ്യേണ്ടായിരുന്നത്. അതുപോലെ നമ്മളും ഈ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാതെ, പറയാതെ, മറ്റുള്ളതിലേക്ക് ഒന്നും ചിന്ത പോകാതെ ഇതുപോലെ സ്വയത്തെ പരിവർത്തനപ്പെടുത്താൻ, എവിടെ എന്തെല്ലാം അംശം വികാരങ്ങളുടെ ഉണ്ടോ, അഴുക്കുണ്ടോ, ഈ ആത്മാവാകുന്ന വജ്രത്തെ പെർഫെക്റ്റ് ആക്കാൻ, പ്യുവർ ഡയമണ്ട് ആക്കാൻ എന്തെല്ലാം അഴുക്കുകളാണുള്ളത് അത് കളയാനുള്ള പുരുഷാർത്ഥത്തിലാണ് നമ്മൾ മുഴുവൻ ശ്രദ്ധയും കൊടുക്കേണ്ടത്. तो अभी हम सभी 5 मिनट के लिए अपने हीरे को देखें। सभी ऐसा एकाग्र होकर के, भले आंख बंद करके सामने ले आओ अपने चैतन्य हीरे को और अपने आप पर ही नज़र डालो कि मुझ हीरे में. ഇപ്പം നമുക്ക് ഇപ്പോൾ അതുപോലെ ഒരു 5 മിനിറ്റ് സ്വയം ആത്മാവാകുന്ന വജ്രത്തെ നല്ല രീതിയിൽ പരിശോധിക്കുക. എന്തെല്ലാം അഴുക്കുകളാണ് ഇപ്പോഴും ഈ ആത്മാവാകുന്ന വജ്രത്തിലുള്ളത്, എന്തെല്ലാം കറകളാണുള്ളത്, സ്വയത്തെ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് അത് മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഈ अपनी वैल्यू अपने आप देखना, मैं कितना वैल्यूबल बेदाग हीरा चमक रहा हूँ.
ഞാൻ എത്രമാത്രം വാല്യുബിൾ ആയിട്ടുള്ള അമൂല്യമായിട്ടുള്ള കറയില്ലാത്ത അഴുക്കില്ലാത്ത വജ്രമായിട്ടുണ്ട്. സ്വയം പരിശോധിക്കണം. सच्चे हीरे पर अगर बाबा की लाइट आ गई तो इससे सातों गुणों की रंग बिरंगी किरणें वायुमंडल में फैल जाएंगी. बहुत शक्तिशाली वातावरण बन जाएगा. आपको कुछ करने की ज़रूरत नहीं. आप हीरे को देखो, बिल्कुल प्योर शुद्ध वैल्यूबल मैं हीरा चमक रहा हूँ. पहले अपनी कोई ऐसी कमी दिखाई दे तो बाबा को बोलो, बाबा ये ले लो आप, और फिर बाबा की किरणें लो और इस वायुमंडल में फैलाओ. ഇങ്ങനെ അനുഭവം ചെയ്യണം. അതായത് ആത്മാവാകുന്ന വജ്രം ഇവിടെ ഇരിക്കുകയാണ്. ബാബയിൽ നിന്ന് ശക്തിശാലി കിരണങ്ങൾ ഈ വജ്രത്തിൽ വന്ന് പതിക്കുമ്പോൾ ചിലപ്പോൾ ഉള്ളിലെ കറകളൊക്കെ ഉണ്ടാകും. ബാബയോട് തന്നെ പറയുക, ബാബ ഈ അഴുക്കും കറയൊക്കെ ഞാൻ ബാബയ്ക്ക് നൽകുകയാണ്. അങ്ങനെ ബാബയുടെ ശക്തിശാലി കിരണങ്ങൾ ഈ വജ്രത്തിൽ വന്ന് പതിക്കുമ്പോൾ 7 നിറങ്ങളെ പോലെ 7 ഗുണങ്ങൾ, ആത്മാവിൻ്റെ ഗുണങ്ങൾ 4 ഭാഗത്തേക്കും ഇങ്ങനെ വ്യാപിക്കുകയാണ്. ശക്തിശാലി വൈബ്രേഷൻസ് പുറത്തേക്ക് ഇങ്ങനെ വ്യാപിക്കുകയാണ്. ഈ അന്തരീക്ഷം മുഴുവനും ശുദ്ധമാകാണ്. ഈ അനുഭവം ചെയ്യാൻ പറയാണ്.